നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൊടുത്തത് യുക്രൈനിൽ, പതിച്ചത് പോളണ്ടിൽ. റഷ്യക്കെതിരെ ഗുരുതര ആരോപണം. യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ മിസൈൽ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയത്. തലസ്ഥാനം ഉൾപ്പെടെ വിവിധ യുക്രൈനിയൻ നഗരങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമായിരുന്നു അത്. അതിനിടയിൽ റഷ്യൻ മിസൈൽ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയതായി പോളണ്ട് സൈനിക വൃത്തങ്ങൾ ആരോപിച്ചു. തങ്ങൾ റഡാറിൽ നിരീക്ഷിച്ച മിസൈൽ പക്ഷേ പിന്നീട് വ്യോമാതിർത്തി കടന്ന് തിരിച്ചുപോയതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഏകദേശം 3 മിനിറ്റോളം തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഉണ്ടായിരുന്ന മിസൈൽ 25 മൈൽ ദൂരത്തോളം ഉള്ളിലേക്ക് കടന്നുവെന്നും പോളണ്ട് പറയുന്നു. എന്നാൽ അത് പിന്നീട് പോളണ്ട് അതിർത്തി കടന്നുപോയതായി പോളണ്ടിന്റെ റഡാറും നാറ്റോ റഡാറും സ്ഥിരീകരിച്ചു. യുക്രൈനിലെ കീവ്, ല്യൂവ്, കാർക്കീവ് തുടങ്ങിയ നഗരങ്ങളിലെ മനുഷ്യവാസ മേഖലകളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ചുരുങ്ങിയത് 30 പേരെങ്കിലും മരണമടഞ്ഞതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. 160ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ രാജ്യത്തിന്റെ തെക്കും പടിഞ്ഞാറും മേഖലകളിലെ നഗരങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. ഡിംപ്രോ നഗരത്തിൽ ഒരു ഷോപ്പിംഗ് സെന്ററിന് നേരെയും പ്രസവാശുപത്രിക്ക് നേരെയും ആക്രമണം നടന്നതായി യുക്രൈനിയൻ അധികൃതർ പറഞ്ഞു. ഒഡേസയിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ 3 റോക്കറ്റുകൾ പതിച്ചതിനെ തുടർന്ന് 3 പേർ മരിക്കുകയും 2 കുട്ടികളും ഒരു ഗർഭിണിയും ഉൾപ്പെടെ 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് 110 മിസൈലുകളാണ് റഷ്യ തൊടുത്തുവിട്ടതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. റഷ്യയുടെ ആയുധ ശേഖരത്തിലുള്ള ഏതാണ്ട് ഒട്ടുമിക്ക ആയുധങ്ങളും അവർ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചുവെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ സെലൻസ്കി അറിയിച്ചു. പ്രതിരോധിക്കാൻ ഏറെ പ്രയാസമുള്ള ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്ന് യുക്രൈൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. 158 മിസൈലുകളും ഡ്രോണുകളുമായിരുന്നു റഷ്യ തൊടുത്തുവിട്ടത്. അതിൽ 87 ക്രൂയിസ് മിസൈലുകളും 27 ഡ്രോണുകളും തകർത്തതായും യുക്രൈൻ സൈന്യം അറിയിച്ചു. എന്നാൽ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ശൈത്യകാലമായതോടെ യുക്രൈനിലുടനീളം റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. 2 വർഷത്തോടടുക്കുന്ന യുദ്ധത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 6 നഗരങ്ങളിൽ ഉൾപ്പെടെ വലിയ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. റഷ്യ അയച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും വെടിവെച്ചിട്ടുവെന്ന് യുക്രൈൻ സൈനിക മേധാവി വലേറി സലൂഷ്നി പറഞ്ഞിരുന്നു. എന്നാൽ ലക്ഷ്യമിട്ടത് യുക്രൈന്റെ സൈനിക കേന്ദ്രങ്ങളാണെന്നും അവയെല്ലാം ആക്രമിച്ചുവെന്നും റഷ്യൻ സൈന്യം അവകാശപ്പെട്ടു. 2022 നവംബറിലാണ് ഇതിനു മുൻപ് വലിയ ആക്രമണമുണ്ടായത്. അന്ന് 96 മിസൈലുകൾ റഷ്യ തൊടുത്തു. ഈ വർഷം മാർച്ച് 9-ന് 81 മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ ത്തിയതായിരുന്നു രണ്ടാം വലിയ ആക്രമണം. ആക്രമണ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങളോട് യുക്രൈൻ ആവശ്യപ്പെട്ടു. കയ്യിലുള്ള എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഉപയോഗിച്ച് റഷ്യ തങ്ങളെ ആക്രമിക്കുകയാണെന്ന് വൊളോഡിമിർ സെലൻസ്കി പറയുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മിസൈൽ ആക്രമണം റഷ്യ പരിമിതപ്പെടുത്തിയത് ആയുധശേഖരം സമ്പുഷ്ടമാക്കി ശൈത്യകാലത്ത് ആഞ്ഞടിക്കാനാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഈയിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ആക്രമണം. കഴിഞ്ഞ ശൈത്യകാലത്തും യുക്രൈന്റെ ഊർജ്ജ നിലയങ്ങളും സംഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം ശക്തിപ്പെടുത്തുക എന്നത് റഷ്യ യുദ്ധതന്ത്രമായി സ്വീകരിച്ചിരുന്നു. വേനൽക്കാലത്ത് യുദ്ധമുഖത്ത് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതെ വന്ന യുക്രൈൻ സൈന്യത്തെ അതിശൈത്യം ആരംഭിച്ചത് കാര്യമായി വലച്ചിരുന്നു. ഈ അവസരം മുതലെടുക്കുകയാണ് റഷ്യ.